പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ വ്യക്തികളുമായി ഏറ്റുമുട്ടി സുരക്ഷാസേന. കുൽഗാം മേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. 4 ഇടങ്ങളിൽ വെച്ച് സൈന്യം ഭീകരരുടെ തൊട്ടടുത്തെത്തി. ഭീകരർ ഒരു വീട്ടിൽ കയറി ഭക്ഷണം മോഷ്ടിച്ചതായും വിവരമുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകശ്മീരിൽ ഇന്ന് പ്രത്യേക നിയമസഭാ സമ്മേളനവും ചേരും. ബൽറാം നെടുങ്ങാടിയും ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. ആദ്യം ബൽറാമിലേക്ക് പോകാം. ബൽറാം, ഗുഡ് മോർണിംഗ്. ഈ ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ പറയുന്നത് ഒരു പ്രതീക്ഷയോട് കൂടിയാണ്. അവിടെ എത്രയും പെട്ടെന്ന് തന്നെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ. ഈ ഭീകരരുമായുള്ള ഒരു ഏറ്റുമുട്ടൽ അത് ഉണ്ടായി എന്ന് പറയുന്നു. അത് എവിടെ വെച്ചാണ്? ഗ്രാമപ്രദേശത്തിന്റെ അതിർത്തിയിലുള്ള വനമേഖലയിൽ അവിടെയാണ് കണ്ടതെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ വിവരങ്ങൾ കൂടുതൽ പറയൂ ബൽറാം. വെരി ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ഗുഡ് മോർണിംഗ് എന്നുള്ള ഒരു പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ജമ്മു കശ്മീർ ആയി വരുന്നതേയുള്ളൂ. എന്നാൽ ഉടൻ തന്നെ അത്തരത്തിലേക്ക് നീങ്ങുമെന്ന സൂചന തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ എത്തുന്ന പുതിയ ടൂറിസ്റ്റുകളെയെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, അതിന്റെ തെരച്ചിൽ നടപടികളിലേക്ക് വന്നാൽ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് പൂർണ്ണ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കഴിയില്ല. അതിന് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണങ്ങളുണ്ട്. ഈ തെരച്ചിൽ നടപടികളുടെ അതിർത്തിയിലെ നിലവിലുള്ള നീക്കങ്ങളുടെ നിലവിലുള്ള സാഹചര്യം, ഒപ്പം തന്നെ അതിന്റെ ദിശ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയില്ല. എന്നാൽ ഈ തെരച്ചിൽ നടപടികൾ കഴിഞ്ഞ 6 ദിവസമായി പുരോഗമിക്കുന്നു. അതിൽ ഈ കഴിഞ്ഞ 5 ദിവസം നടന്നു കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് സുരക്ഷാ സേന പങ്കുവയ്ക്കുന്നത്. അതിനിടെ തന്നെ നിർണായകമായ വിവരം എന്നുള്ളത് ഈ ആക്രമണം നടത്തിയ ഭീകരരെ ഇപ്പോഴും സുരക്ഷാ സേന പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു വനമേഖലയിൽ എന്നുള്ളതാണ്. ഇതിനിടെ 4 തവണ ഭീകരവാദികളും സുരക്ഷാ സേനയും തമ്മിൽ തൊട്ടടുത്തെത്തുന്ന സാഹചര്യമുണ്ടായി. ആദ്യ ഘട്ടത്തിൽ ഇവരെ ഏറ്റവും തൊട്ടടുത്ത് കാണാവുന്ന ദൂരത്ത് കണ്ടത് ഹർപത്നാർ ഗ്രാമത്തിനോട് അടുത്തുള്ള വനമേഖലയിൽ വെച്ചാണ്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ഭീകരരോട് എതിരിട്ട് മരിച്ച കശ്മീരി യുവാവ്, കുതിരക്കാരനായ യുവാവ് ആദിൽ ഹുസൈൻ ഷായുടെ വീട് നിൽക്കുന്ന ഗ്രാമമാണ് ഈ ഹപത്നാർ ഗ്രാമം. ഈ ഗ്രാമത്തോട് ചേർന്ന വനമേഖലയിൽ വെച്ചായിരുന്നു ഇവരുമായി ആദ്യം അടുത്ത് കണ്ടത്. തുടർന്ന് പിന്നീട് വനമേഖലയിലേക്ക് തന്നെ ഭീകരർ ഒളിച്ചു. പിന്നീട് കുൽഗാമിൽ വെച്ച്, തെക്കൻ കശ്മീരിലെ കുൽഗാമിൽ വെച്ച് ഇവരെ 2ാം തവണ കണ്ട ഘട്ടത്തിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. അല്പസമയം മാത്രമാണ് ഈ ഏറ്റുമുട്ടൽ നീണ്ടു നിന്നത്. അതിനിടെ തന്നെ ഭീകരവാദികൾ വനമേഖലയിലേക്ക്, തിങ്ങി നിറഞ്ഞ വനമേഖലയിലേക്ക് ഒളിച്ചു കടക്കുകയായിരുന്നു. തുടർന്ന് അവരെ പിന്തുടരുകയാണ് പിന്നീടും സുരക്ഷാ സേന. അതിനുശേഷവും 2 തവണ ഇവരെ കാഴ്ച പരിധിയുടെ ദൂരത്ത് സുരക്ഷാ സേനയും ഈ ഭീകരവാദികളും വന്നു. അതിനിടെ സുരക്ഷാ സേനയ്ക്ക് തിരച്ചിൽ നടത്തുന്ന സംഘത്തിന് ലഭിക്കുന്ന ഒരു നിർണായക വിവരം എന്നുള്ളത് ഇവരുടെ ഭക്ഷണം, കരുതി വച്ചിരുന്ന ഭക്ഷണം ഉൾപ്പെടെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിൽ ഗ്രാമപ്രദേശത്ത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ഒരു വീട്ടിൽ കയറി ഇവർ ഭക്ഷണം മോഷ്ടിച്ചതായുള്ള പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം അറിഞ്ഞ് സുരക്ഷാ സേന ഉടൻ അവിടെ എത്തിയെങ്കിലും അപ്പോഴേക്കും ഭീകരവാദികൾ പ്രദേശത്ത് നിന്നും കടന്നു കളഞ്ഞിരുന്നു. ഇവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദിശയോ ഇപ്പോഴുള്ള മേഖലയോ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയില്ല. എങ്കിൽ പോലും ഈ ഭീകരവാദികളുടെ എല്ലാ നീക്കങ്ങളും കൃത്യമായി തന്നെ സുരക്ഷാ സേനയ്ക്ക് വ്യക്തമായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇവർ വലിയ തയ്യാറെടുപ്പുകളോടെയാണ് എത്തിയത് എങ്കിൽ പോലും ഇവരുടെ ഭക്ഷണം കഴിഞ്ഞു എന്നുള്ളത് നിർണായകമായ ഒരു വിവരം തന്നെയാണ്. അതിനായി ഇവർക്ക് സമീപ ഗ്രാമപ്രദേശങ്ങളെ ആശ്രയിച്ചേ കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇവർക്ക് സഹായം നൽകുന്ന, കാലങ്ങളായി ഭീകരവാദികളുമായി ബന്ധമുള്ള പ്രദേശവാസികളുടെ വീടുകൾ, അവരുടെ കുടുംബവുമായി കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ റെയ്ഡുകൾ, 70ഓളം വീടുകൾ നടത്തിയ റെയ്ഡും ഒപ്പം തന്നെ 175ഓളം പേരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയതെല്ലാം തന്നെ ഇവർക്ക് തുടർന്നുള്ള സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങൾ, വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഇവർക്ക് ഇപ്പോഴും പ്രദേശവാസികളിൽ നിന്നും ചില ഘട്ടങ്ങളിൽ, ചില ഭാഗങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നുണ്ടോ എന്ന സംശയം ജമ്മു കശ്മീർ പോലീസിനും സുരക്ഷാ സേനയ്ക്കും ഉണ്ട്. ഇക്കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വനമേഖലയിൽ തെരച്ചിൽ തുടരുമ്പോൾ ഈ നഗരപ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും ഈ ഭീകരവാദികളെ സഹായിക്കുന്ന പ്രദേശവാസികൾ, അവരിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങൾക്കിടെ അത്തരത്തിൽ ഇവർക്ക് ഈ പാകിസ്ഥാനിൽ നിന്നും എത്തിയ ഇവർക്ക് ഇവിടെ താമസിക്കാനും ഭക്ഷണത്തിനും യാത്രയ്ക്കും സൗകര്യമൊരുക്കിയതായി കണ്ടെത്തിയ ഭീകരവാദികളുടെ വീടുകൾ തകർക്കുന്ന നടപടി പ്രാദേശിക ഭരണകൂടത്തിന്റെയും സുരക്ഷാ സേനയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത്തരം നടപടികൾ കടുപ്പിക്കാൻ തന്നെയാണ്
തീരുമാനം. ഇവർക്ക് സഹായം ലഭിക്കുന്ന ഒരു സാഹചര്യം, ആ ഒരു ശൃംഖല മുറിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് സുരക്ഷാ തന്നെയാണ് സേന ബൽറാം. ഉള്ളത്. ഈ സ്മിത ഇത് ക്രിസ്റ്റീന. ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്. ഈ എന്തൊക്കെ പറഞ്ഞാൽ ഏത് ഭീകരനായാലും വിശപ്പ് അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പോൾ അവർക്ക് ആ രീതിയിൽ ഭക്ഷണം കൊടുക്കുക, ആ രീതിയിൽ ഇനിയും ഒരു സഹായം മറ്റിടങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ നിർണായകമായ നിമിഷങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.